ചൈനയും തുർക്കിയും പാകിസ്ഥാനെ രക്ഷിക്കാനായി മുന്നോട്ട് വന്നു. പക്ഷെ ഇപ്പോൾ രണ്ടെണ്ണത്തിനെയും കാണാനില്ല. എങ്ങോട്ട് പോയി, എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു പിടിയും കിട്ടാത്തൊരവസ്ഥയിലാണ്. മാഷിന് എന്തെങ്കിലും അറിയാവോ? എനിക്കൊന്നും അറിയില്ല, ഞാൻ കേൾക്കുന്നില്ല അവരെക്കുറിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധം തുടങ്ങും എന്ന് കരുതപ്പെട്ട ഒരു മുഹൂർത്തത്തിൽ ടർക്കിയുടെയും ചൈനയുടെയും പേര് വളരെ സജീവമായിട്ട് ചർച്ചയിലുണ്ടായി. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, തുർക്കിയിൽ നിന്നൊരു വിമാനം, ഒരു ചരക്ക് വിമാനം പാകിസ്ഥാനിലെത്തി. തീർച്ചയായിട്ടും അതിനകത്ത് ആയുധങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ലോകം അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ പാകിസ്ഥാനിൽ പോയിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇന്ധനം അടിക്കാനാണ് പോയത്, അതല്ലാണ്ട് അവർക്ക് ആയുധം കൊടുക്കാനല്ല എന്നവർ പറഞ്ഞു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഈ യുദ്ധത്തിൽ ഇല്ല എന്നവർ പ്രഖ്യാപിക്കുന്നതിന് തുല്യമായ കാര്യമാണ്. ചൈനയുടെ കാര്യം അത് തന്നെയാണ്. ചൈന ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാകിസ്ഥാനോട് പറഞ്ഞ് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാവും, പക്ഷേ യുദ്ധത്തിന് നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാവും എന്ന് അവർ ഉറപ്പ് നൽകിയിട്ടില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, പൊതുവേ ഇപ്പോൾ നമ്മുടെ ഒരു ജിയോ പൊളിറ്റിക്സ് പരിശോധിക്കുന്ന സമയത്ത് പാകിസ്ഥാനെ എന്തിനു സഹായിക്കണം എന്ന ചോദ്യം എല്ലാവരുടെയും മുന്നിലുണ്ട്. ഇപ്പോൾ ട്രംപ് പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനപ്പുറമായിട്ട് ഒരു സൗഹൃദവും യുദ്ധത്തിൻ്റെ കാര്യം വരികയാണെങ്കിൽ പങ്കുവെക്കാനായിട്ട് തയ്യാറില്ല എന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മളുടെ ഈ ലോകത്തിൻ്റെ ഇന്നത്തെ വ്യവഹാര പ്രക്രിയകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ യുദ്ധങ്ങൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം എന്ന് പറയുന്നത് ചരക്ക് കൈമാറ്റത്തിനാണ്. എന്നുവെച്ചാൽ മാർക്കറ്റിങ്ങിനാണ് കൂടുതൽ സ്പേസ് കിടക്കുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ മൾട്ടിനാഷണൽ കമ്പനികൾക്കൊക്കെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനായിട്ടുള്ള മാർക്കറ്റുകൾക്കാണ് അവർ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഇന്ത്യയോടുള്ള അവരുടെ സ്നേഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാർക്കറ്റിംഗ് സ്പേസാണ്. അവർ ചൈനയുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉരസുകയും അതേപോലെ തന്നെ പരസ്പരം ചൊറിയുകയൊക്കെ ചെയ്യുമെങ്കിലും അവരും ചൈനയിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചൈനയിലെ മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും മൾട്ടിനാഷണൽസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മാർക്കറ്റാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് പാകിസ്ഥാന് അതിൽ വലിയ ഒരു സ്ഥാനം കൊടുക്കാനായിട്ടാരും തയ്യാറാവുന്നില്ല. അത് പാകിസ്ഥാൻ്റെ പലതരത്തിലുള്ള കുഴപ്പങ്ങളുടെ ഫലമായിട്ടാണ്. ഒന്ന്, സാമ്പത്തികമായിട്ട് ദരിദ്രമായൊരു രാഷ്ട്രമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത ഒരു രാഷ്ട്രം. അതേപോലെ തന്നെ പട്ടാള ഭരണമാണെങ്കിൽ പോലും അതുപോലും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റാത്ത രാഷ്ട്രം. എല്ലാ തരത്തിലും പരാജയപ്പെട്ട രാഷ്ട്രം എന്ന നിലക്കാണ് പാകിസ്ഥാനെ ലോകകപ്പ് കാണുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ പരാജയപ്പെടാൻ നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ടർക്കി പറഞ്ഞ് ഞങ്ങളില്ല എന്ന് പറഞ്ഞു, ചൈനയും പറഞ്ഞ് ഞങ്ങളില്ല. പക്ഷേ നമ്മൾ ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവരെല്ലാം പ്രതികരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതിന് മാറ്റങ്ങൾ വരാം. അത് മറ്റ് ചില താല്പര്യങ്ങളുടെയും ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. എല്ലാ ബന്ധങ്ങളും ഈ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത് ഓരോരോ രാഷ്ട്രത്തിൻ്റെയും പ്രത്യേക തരത്തിലുള്ള താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്. ആ താല്പര്യ സംരക്ഷണത്തിൽ എവിടെയെങ്കിലും കുഴപ്പങ്ങളുണ്ടായി, ഉദാഹരണത്തിന് നമ്മൾ POK എന്ന് പറയുന്ന സ്ഥലം കയറി ആക്രമിച്ച് കഴിയുമ്പോൾ നമ്മളതിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അറ്റാക്ക് എന്ന് പറയുന്നത് അവിടെ ചൈനയെ കുറേ സ്ഥലം ലീസിനെടുത്തിട്ടുണ്ട്, പാട്ടത്തിനെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ. അവിടെയൊക്കെ അറ്റാക്ക് വരുമ്പോൾ ചൈനയെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന ചൈനയുടെ പൊസിഷൻ മാറാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയായിട്ട് പ്രത്യേകിച്ച് കലാപങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് അവർ കണക്കാക്കുന്നില്ല. അത് മാത്രമല്ല, ഇന്ത്യയുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടതും അവരുടെ പല കാര്യങ്ങൾക്കും ആവശ്യമാണ്. അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ പാകിസ്ഥാനുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയാനായിട്ട് ടർക്കിയെയും അതുപോലെ ചൈനയും പ്രേരിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ യുദ്ധം എന്ന് പറയുമ്പോൾ പല രാജ്യം, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ആയുധം കച്ചവടം നടത്താം, അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അമേരിക്ക ഇപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ചൈനയെ സംബന്ധിച്ച് പാകിസ്ഥാനേക്കാളും ചൈനയ്ക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോൾ ഇന്ത്യയോടാണ്. കാരണം സൈനിക ശക്തിയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും കുതിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഈ ഇറാനെ പോലുള്ള അല്ലെങ്കിൽ ഇറാഖിനെ പോലുള്ളൊക്കെ രാജ്യങ്ങളാണ് തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾ. അഫ്ഗാൻ പോലും ഇപ്പോൾ ഇന്ത്യക്കൊപ്പമാണ്, പാകിസ്ഥാനിൽ നിന്ന് മാറി ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു യുദ്ധം ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുന്നത് പാകിസ്ഥാനെ തന്നെയായിരിക്കും. അത് അറിഞ്ഞുകൊണ്ട് ഒരു യുദ്ധത്തിന് മറ്റ് രാജ്യങ്ങൾ ഈ പാകിസ്ഥാനെ സഹായിക്കാൻ തയ്യാറാകുമോ? യുദ്ധമുണ്ടായാൽ ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിക്കേണ്ടിയിരുന്ന പാകിസ്ഥാൻ ജനതയാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെക്കാൾ കൂടുതൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം അതാണ്. എല്ലാ സ്ഥലത്തും യുദ്ധം നടക്കുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ, സിവിലിയൻസാണ് അതിൻ്റെ ഇരകളായിത്തീരുന്നത്. ഇപ്പോൾ ഉക്രൈൻ റഷ്യയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത്. അവിടെ ഈ ഉക്രൈൻ്റെ
രാഷ്ട്രത്തലവനും അതേപോലെ തന്നെ റഷ്യയുടെ രാഷ്ട്രത്തലവനും അവർക്കൊക്കെ എന്താ പ്രശ്നം? അവരൊക്കെ വളരെ സുഖമായിട്ട് നടക്കണം. അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുമോ? ഒന്നുമില്ല. അവർക്കൊരു വിഷയമില്ല. വിഷയം മുഴുവനും അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. നമ്മൾ ആ യുദ്ധം നടക്കുന്ന സമയത്ത് മിസൈലുകളും ആ ബോംബറുകളും ഒക്കെ തകർക്കുന്ന കാഴ്ച. എന്തിനാണ് തകർക്കുന്നത്? അവിടെ താമസിക്കുന്നതായിട്ടുള്ള ആളുകളുടെ വീടുകളാണ്. ഫ്ലാറ്റ് സമുച്ചയങ്ങൾ തകർത്ത് തരിപ്പണമാക്കുന്നു, ആളുകൾ മരിക്കുന്നു. നമ്മളുടെ ഇന്ത്യയിൽ നിന്ന് റഷ്യയിൽ പഠിക്കാൻ പോയ ചില വിദ്യാർത്ഥികൾ വരെ ആ അത്തരം ആക്രമണങ്ങളിൽ മരിച്ച വാർത്ത നമ്മൾ കേട്ടതാണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യനെയാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധം തിന്നു തീർക്കുന്നത് എന്നുള്ളതാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, പാകിസ്ഥാനിൽ നിരവധി ആളുകൾ കൊല ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ്. ഇന്ത്യയിലും അത് സംഭവിക്കാം. കാരണം ഈ ആയുധങ്ങൾ എന്ന് പറയുന്നത് ആരുടെയും സ്വന്തമല്ല, വെറുതെ വാങ്ങുകയാണ് ചെയ്യുന്നത് കടത്തിന്. പാകിസ്ഥാൻ്റെ കാശൊന്നുമില്ല, പക്ഷേ അവൻ അമേരിക്കയോടും അതേപോലെ തന്നെ ചൈനയോടും ടർക്കിയോടും വേറെ എവിടെ നിന്നൊക്കെ കിട്ടാനായിട്ട് സൗകര്യമുണ്ട്, അവിടെ നിന്നൊക്കെ ആയുധം വേണമെങ്കിൽ വാങ്ങിച്ചേക്കാം. ഇങ്ങനെ ആയുധം വാങ്ങിച്ച ആയുധം മുഴുവൻ നമുക്കെതിരായിട്ട് ഉപയോഗിക്കുന്നു, നമ്മളും അവർക്കെതിരായിട്ട് ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് രണ്ട് രാഷ്ട്രങ്ങളുടെയും ചിറകുകൾ തകർന്ന് തരിപ്പണമാവും. എന്ന് വെച്ചാൽ മനുഷ്യർ തകർന്ന് തരിപ്പണമാവും, ഒരുപാട് പേര് നശിക്കും. പക്ഷേ ഇതിൽ ആത്യന്തികമായിട്ടുള്ള വിജയം എന്ന് പറയുന്നത് ആർക്കായിരിക്കും? വൻ ശക്തിക്കായിരിക്കും, ഇന്ത്യക്കായിരിക്കും. ഇന്ത്യയും പാകിസ്ഥാനും കൂടി നോക്കുന്ന സമയം ഈ പാകിസ്ഥാൻ വളരെ ചെറിയൊരു ശക്തിയാണ്, സൈനിക ശക്തി എന്നാൽ. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വൻ ശക്തിയുമാണ്. അപ്പോൾ പരസ്പരം ആക്രമിക്കാനും അതേപോലെ തന്നെ ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിയോ തലച്ചോറോ പാകിസ്ഥാനിലെ ഭരണകൂടത്തിനുണ്ടെങ്കിൽ അവർ ചെയ്യില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, പിന്നെ എന്തിനാണ് അവർ ഈ പഹൽഗാമിൽ ഇങ്ങനെ ഒരു കൂട്ടക്കൊലയ്ക്ക് വേണ്ടിയിട്ട് കുറേ ആളുകളെ പരിശീലിപ്പിച്ച് അയച്ചതെന്ന് വെച്ചാൽ അത് അവരുടെ ജോലി അതാണ്. അതായത് നല്ല രീതിയിൽ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ലോകത്തെ നിർമ്മിക്കാനും അതിനോട് പ്രതികരിക്കാനും പറ്റാത്ത തരത്തിലേക്ക് രാഷ്ട്രങ്ങൾ മാറുമ്പോഴാണ് ആ രാഷ്ട്രങ്ങളെ തെമ്മാടി രാഷ്ട്രങ്ങളെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ വിശേഷിപ്പിച്ച തെമ്മാടി രാഷ്ട്രം എന്നാണ്. കാരണം തെമ്മാടിത്തരം കാണിക്കാൻ കുറേ ആളുകളെ പരിശീലിപ്പിച്ച് പറഞ്ഞയക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രം എന്ന നിലക്ക് തന്നെയാണ് അതിനെ കണക്കാക്കിയത്. അപ്പോൾ അങ്ങനെ അവർ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: അവർക്ക് ആരോഗ്യകരമായി ഒരു കാര്യവും ചെയ്യാനായിട്ട് കഴിയില്ലാത്ത അവസ്ഥയിലേക്ക് അവർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതവരെ ആത്യന്തികമായിട്ട് ഇപ്പോൾ ലോക ഭൂപടത്തിൽ കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഒരുപക്ഷെ യുദ്ധമില്ലാതെ തന്നെ അവർ ഞെരുങ്ങി അവശരായി മാറുന്ന ഒരു കാഴ്ച വേണമെങ്കിൽ നമുക്ക് കാണാം. അതാണ് നമ്മളിപ്പോൾ ഈ സമീപകാല ദിവസങ്ങളിലെ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് യുദ്ധം തുടങ്ങാത്തതെന്നാണ്. തുടങ്ങാത്തതിൻ്റെ കാര്യം തുടങ്ങാനുള്ളതൊന്നും ഇല്ല യഥാർത്ഥത്തിൽ. പാകിസ്ഥാൻ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്ട്രാറ്റജികളിലൂടെ, തന്ത്രങ്ങളിലൂടെ വേണമെങ്കിൽ അവരെ പരാജയപ്പെടുത്തുകയും വീഴ്ത്തുകയും ചെയ്യാം എന്ന് ഇന്ത്യ പഠിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഒരു യുദ്ധമുണ്ടായാൽ അത് ഇരു രാജ്യങ്ങൾക്കും നാശമേ ഉണ്ടാക്കൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഇന്ത്യ കുറച്ചുകൂടി ഈ സമയമെടുത്ത് തിരിച്ചടി എങ്ങനെ നൽകണം എന്ന് ചിന്തിക്കുന്നത്. അല്ല, ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നേരത്തെ പുൽവാമയിൽ അതിൻ്റെ ഒരു പ്രതികരണം എന്ന നിലയ്ക്ക് നടത്തിയതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്കിൽ തന്നെ വേണമെങ്കിൽ ഇത് അവസാനിക്കാൻ സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശം പോയി അടിച്ച് തകർത്ത് തരിപ്പണമാക്കുക, കുറേ പട്ടാളക്കാരെയൊക്കെ കശാപ്പ് ചെയ്യുക, ഇനി മേലാൽ ഇത്തരം പണിക്ക് ഇറങ്ങിത്തിരിക്കരുത് എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ് അതുവഴി കൊടുക്കുക. അതിൽ ചിലപ്പോൾ ഇത് അവസാനിച്ചേക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. മറ്റത് നഷ്ടമാണ്. ഈ സർജിക്കൽ സ്ട്രൈക്ക് നഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ അത് പോയി രണ്ടടി കരണത്ത് കൊടുത്തിട്ട് തിരിച്ചു വരില്ല. അത് മതിയാവുകയോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് നല്ലത്. യുദ്ധത്തിലേക്ക് പോയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ സാധ്യതയാണ്.